ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ തുടങ്ങണത് ലാ കൊറോണ സ്പെയിനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയും വരുന്നുണ്ട്. ഇന്ന് എന്താ അവസ്ഥ എന്നറിയില്ല. എക്സ്പ്ലോർ ചെയ്യാൻ എത്രത്തോളം നടന്നുപോയി നമുക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം പുറത്തിറങ്ങിയത്. എന്താ പറഞ്ഞാൽ മഴയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വളരെ ഇറങ്ങാൻ വൈകി. പിന്നെ എൻ്റെ കൂടെ ചെറിയ ഇവിടെ ഉണ്ട് എപ്പോഴും പോലെ. പിന്നെ എന്തോ കസിനോ കസിനോ ഉള്ളത് ഇപ്പോഴത്തെ ഒരു കസിനോ കാണില്ല. ഇപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും ഹിസ്റ്ററിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെയുള്ള ഒരു പാർക്കിലാണ്. സിറ്റി ആണോ അത്. പിന്നെ എന്താ പറയുക, ഒരു എല്ലായിടത്തും പോലെ ഒരു തുറമുഖ നഗരം കൂടെയാണ് ഇത്. സിറ്റിയും പിന്നെ എന്താ പറയാ അത്യാവശ്യം കാഴ്ചകൾ പിന്നുള്ളത് ഹിസ്റ്ററിയൊക്കെയാണ് ഇവിടുത്തെ. അപ്പൊ അതിലോട്ടല്ല നമുക്ക് മുന്നോട്ട് പോവാ. അതിലെ കാഴ്ചകളും ഞാൻ കാണിച്ചു എന്തോ തെറാസ എന്തോ സംഭവം. അയ്യേ, അത് വേറെന്തെങ്കിലും ആയിരിക്കും. എന്തായിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്നാലും ഗസ് ചെയ്യുക, ഗസ് ചെയ്യുക. നല്ല ബിൽഡിംഗ് അപ്പുറത്തെ അപ്പുറത്തോ സിറ്റിയുടെ ആ ഭാഗത്ത് പോയിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം. ഇവിടെ ഇപ്പൊ ഒടുക്കത്തെ മഴയിട്ടാ. ഇത് കണ്ടോ അവിടുത്തെ പ്രതിമ കണ്ടോ, സ്റ്റാച്യു ഡാനിയൽ കാബല്ലോ. ഇതിന്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതൊരു പാർക്കാണ്. ഇപ്പൊ ഇതിവിടെ മഴ ഒരു രക്ഷയില്ല. പക്ഷെ അപ്പുറത്ത് പോയല്ലോ അല്ലേ, അങ്ങോട്ട് കൊടുക്ക. വടക്കു പടിഞ്ഞാറൻ സ്പെയിനിലെ ഗലീഷ്യ മേഖലയിലെ ഒരു പ്രമോണ്ടറിയിലെ തുറമുഖ നഗരമാണ് ലാ കൊറൂണ. അതിമനോഹരമായ തീരദേശ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന റോമൻ ലൈറ്റ് ഹൗസായ ഹെർക്കുലീസ് ഗോപുരത്തിന് പേരുകേട്ടതാണിത്. ഒരു കഫേയാണ്, വർക്കിംഗ് കഫേ. അറിയില്ലേ നിങ്ങൾ? എല്ലാ പ്രൊഫഷണൽസും അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് അത്. പക്ഷെ നല്ലൊരു നാട്ടിലിതുപോലെ എറണാകുളത്തൊക്കെ ഒരുപാടുണ്ട്. നമ്മളവിടെയൊക്കെ ആ ഒരു കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വർക്കിംഗ് കഫേ. ഇവിടെ മക്ഡൊണാൾഡ്സ് ഇതാ ഈ സൈഡ് തന്നെ. ഷോപ്പ് കണ്ടോ, ഇവിടുത്തെ കോസ്മെറ്റിക് ഷോപ്പ് എത്ര മനോഹരം. അതിനുള്ളിൽ വേറെന്താ ഉള്ളത്? അകത്തോട്ട് കയറി നോക്ക്. അത് അവിടെ പല രീതിയിലുള്ള എന്താ പറയാ കുരിശിത പ്രവർത്തികളുടെയും ഇടമായിരിക്കും അതൊക്കെ. മഴ ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ മധ്യകാല പഴയ പട്ടണത്തിൽ ഇടുങ്ങിയ കാൽനടപ്പാതകളാൽ ചുറ്റപ്പെട്ട ആർക്കേഡ് പ്ലാസയിൽ മരിയ പീറ്റയുടെ സ്റ്റാച്യു ഉണ്ട്. ഇത്ര നേരം മഴ പെയ്യായിരുന്നു കേട്ടോ. പിന്നെതാ ഇപ്പൊ മഴയില്ല, കംപ്ലീറ്റ് നനഞ്ഞു. ഈ മഴയത്ത് തന്നെ ഓടി നടക്കായിരുന്നു ഇത്ര നേരം. കുറെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. കുറെ ഇവിടുത്തെ സ്പെയിനിലെ തന്നെ ആയിട്ടുള്ള ലോക്കൽ ഷോപ്പുകളും കുറെ ഉണ്ട്, ഒരുപാട്. ഇതൊരു സ്ട്രീറ്റാണ്, ഇതിൻ്റെ ഇടയിൽ കുറെ ഷോപ്പുകളാണ്. അത് ബിൽഡിങ് അവിടെ കാണുന്നത് പോയി നോക്കാം. അവിടെ ഫിറ്റ് ബോക്സിങ്ങിന്റെ ഒരു അവിടെ പ്രാക്ടീസ് ചെയ്യണുണ്ട് ഒരു സ്ത്രീ. അതാ ലേഡി പ്രാക്ടീസ് ചെയ്യുന്ന ഉള്ളിലെ അതിന്റെ മറ്റേ പുൻറോമ. എല്ലാ സ്പെയിനും ഇവിടത്തെ ലോക്കൽ ബ്രാൻഡ്സുകളാ തോന്നുന്നില്ല ഇതെല്ലാം കണ്ടിട്ട്. പുൻറോമ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നാട്ടിൽ തെറിയമാർ ഇവിടത്തെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഈ മുന്നിൽ കാണുന്നത് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടോ ദ എന്തല്ലേ ഈ സിറ്റിയുടെ വ്യൂ ഒന്നും. മഴയൊന്നുമില്ല നിന്ന് പോയപ്പോഴേ രസമല്ല. നല്ല വിളിച്ചോ. ഏത് താഴോട്ട് പോടാ.
ഈ താഴെ അല്ലേ പാർക്കിന്റെ ഇവിടെ കുറെ അണ്ടർ വേൾഡ് അല്ലേ, അണ്ടർഗ്രൗണ്ട് റോഡുകളുണ്ട്. അണ്ടർ വേൾഡ് അല്ല, അണ്ടർഗ്രൗണ്ട് റോഡുകൾ. ഇതാ ആ കാണുന്നതിന്റെ താഴെ. ആർക്കേഡ് പ്ലാസയിലെ ആ സ്ക്വയറിൽ സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ അധിനിവേശത്തെക്കുറിച്ച് പട്ടണത്തിന് മുന്നറിയിപ്പ് നൽകിയ 16-ാം നൂറ്റാണ്ടിലെ ഒരു സ്ത്രീയായാണ് മരിയ പീറ്റ അറിയപ്പെടുന്നത്. മരിയ പീറ്റയുടെ പ്രതിമയും ആ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്നു. സാധാരണ രീതിയിൽ ഇവിടെ സ്പെയിനിലേക്ക് എന്താ പറയുക, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആർക്കിടെക്ചർ ലെവലൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു കൊളോണിയൽ അല്ലേ, കൊളോണിയൽ ആർക്കിടെക്ചർ ആ ഒരു ലെവലേക്കാണ്. പക്ഷെ ഈ ഒരു അതായത് ഈ ഒരു സ്ഥലത്ത് ലാക്കുറണ എന്നുള്ള ഈ സ്ഥലത്ത് അത്ര വലിയ രീതിയിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കൺസ്ട്രക്ഷൻ എന്താ പറയുക ആർക്കിടെക്ചർ സ്റ്റൈലുകളൊന്നും ഇല്ല. സാധാരണ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ഏരിയ കുറച്ച് മോഡേൺ ഏരിയ ആണ്, അതായത് ഷോപ്പിംഗ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കൂടുതലും അല്ലേ. വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് ഇവിടെ കാണാൻ കഴിയണത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിന്റെ കടകളും. അതെ അതെ അതെ, ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അത് ലോക്കൽസ്, അതായത് സ്പെയിനിൽ തന്നെ അവരെ സ്വന്തം ബ്രാൻഡുകൾ ഉണ്ടാവും. അതാണ് കൂടുതലായിട്ട് കാണാൻ കഴിയണം. കൂടുതലും വർക്ക് ചെയ്യണ ആളുകൾ തന്നെയാണ്. അത് മെട്രോ അല്ലേ, അത് മെട്രോ ഇല്ല, അത് മെട്രോ സ്റ്റേഷനല്ല, അത് കണ്ടോ. ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാങ്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ബാങ്ക് തോന്നുന്നത്. അതെ, ഇത് ചർച്ച്. അതെ, ചർച്ചാണല്ലേ, പക്ഷെ ഓപ്പൺ അല്ല, അതെ ക്ലോസ്ഡ് ആണ്. അതെ, ഇവിടെ കുറെ ചർച്ചുകളുണ്ട് ഇവിടെ, ഇതുപോലെ ചെറിയ ചെറിയ ചർച്ചുകളാണ്. ക്ലോസ്ഡ് ആണ് ഇത്. അങ്ങോട്ട് പോകും എന്തായാലും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഉണ്ടോ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. സ്പെയിനിൽ എനിക്ക് കുറച്ചുകൂടി ഡിഫറൻസ് ആണ്. യൂറോപ്യൻ കോണ്ടിനെന്റിലാണെങ്കിലും ഇവിടുത്തെ ചർച്ചുകൾക്ക് കൺസ്ട്രക്ഷൻ രീതികൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അത്യാവശ്യം ഒരു തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് ഇവിടെ. ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസും വർക്കിംഗ് പ്രൊഫഷൻസ് ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ടൂറിസ്റ്റുകളൊന്നും അധികമില്ല. കുറച്ച് സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം പറഞ്ഞ് വേറെ ഒരു സോപ്പ് പൗഡർ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജെറിഞ്ഞ് കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിന്റെ. മുത്തശ്ശൻ ചാരി ഇരിക്കുകയാണല്ലോ, മഹാത്മാഗാന്ധി അത് അല്ലേ ആ സൈഡിൽ ഇരിക്കണത്. അവിടെ കണ്ടില്ലേ, വണ്ടി 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 അമ്മച്ചി ഓടിക്കണ സൈഡ് കൊടുക്ക വണ്ടി വരുന്നത്. അത് നോക്കണം, സ്റ്റുഡിയോ എന്തോ എസ്കലേറ്റർ അല്ലേ. അവിടെ ഒരു സ്ട്രീറ്റില് ജസ്റ്റ് എസ്കലേറ്റർ സെറ്റ് ചെയ്തിരിക്കണം. ഇത് ബാങ്ക് അല്ലേ, സന്താന്തർ അല്ലല്ല, സന്താന്തർ ബാങ്ക് അല്ലേ. അതെ അല്ലേ, ATM ഇവിടെ. മുകളിൽ കുരിശൊന്നും കാണാനല്ലോ, ഇത് പള്ളിയല്ലേ. പക്ഷെ കുരിശ് ഇതല്ലേ. എന്താ പറയാ, ഇവിടുത്തെ ഈ പ്രധാനം അല്ലേ, ഈ സ്ഥലത്തിന്റെ ഒരു അമ്പരച്ചുംബി പോലെ പണിതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ ഒരു മെയിൻ, ഈ സ്ഥലത്തിന്റെ ഒരു മെയിൻ സ്ട്രീറ്റ് ആ തോന്നുന്നുണ്ടോ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ ആവുന്നു എനിക്കത്. കഫേയും ഇതെനിക്ക് എവിടെ ഓർമ്മ വരുന്നത് ഇത് കണ്ടിട്ട്. നിങ്ങൾ എവിടെ പോയപ്പോ ഇതുപോലെ ആയിരുന്നില്ലേ, ലിവർപൂളിലല്ലേ, ലിവർപൂളില്. അതെ, സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കസിനോടെ ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടൈൻ ഒക്കെ ആയിട്ട്
മോണ്ടെ കാർലോ അല്ലേ? മോണ്ടെ കാർലോ പോയിട്ടില്ല. മോണ്ടെ കാർലോ ഞാൻ ഇത് പക്ഷെ അടിപൊളിയുണ്ട് കേട്ടോ. ആ അതെ, പള്ളിയാണ്. കറക്റ്റ് സമയത്ത് മണിയടിക്കേണ്ടത് ചർച്ചാണല്ലേ? അതെ, പള്ളി കസാസ് കോൺസിസ്റ്റോറിയൽസ് അല്ല, പള്ളിയല്ല സുഹൃത്തുക്കളെ, ഇത് പള്ളിയല്ല, നിനക്ക് തെറ്റി. മിക്കി മൗസ് എന്താ സ്റ്റാച്ചു ഒക്കെ കണ്ട് പുറത്ത് ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അത് പ്ലേ സ്കൂളാണോ തോന്നുന്നു? സ്കൂളാണോ അല്ലേ? ഇതൊരു സ്കൂളാണ് തോന്നുന്നു കേട്ടോ. അവിടുത്തെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് മാതാപിതാക്കൾ പുറത്തിറങ്ങുന്നുണ്ട്. സ്കൂളാണോ അതല്ലേ? അതെ, ഇത് സ്കൂളാണ്. ആലോചിച്ച് നോക്കും, ഇതിന്റെ ചുറ്റും കുറെ കഫേസും റെസ്റ്റോറൻറ്റ്സും. മരിയ പീറ്റ, അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. മരിയ പീറ്റ ഉള്ള ഒരു സ്റ്റാച്ചു. ചുറ്റും റെസ്റ്റോറൻറ്റ്സും കഫേയും കുറെ വർക്കിംഗ് പ്രൊഫഷൻ. അവരൊന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ. നാട്ടിലല്ലേ കുട്ടികളെയൊക്കെ ചുറ്റുമതിൽ കെട്ടി ഗ്രൗണ്ട് ഉള്ളിൽ ഉണ്ടാവും. അവിടെ നിന്ന് ചുറ്റുമതിൽ കെട്ടി അടച്ചിടും. ഇവിടെ കുറെ ഷോപ്പുകളും ഈ സ്കൂളിനോട് ചേർന്നിട്ടല്ലേ. അവിടെ കുറെ കുട്ടികളൊക്കെ ഞാൻ കണ്ടപ്പോഴാണ് സ്കൂളൊന്ന് മനസ്സിലായത്. ഒരു അച്ഛനമ്മമാരൊക്കെ വന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് ബാഗൊക്കെ ആയിട്ട് അല്ലേ. മരിയ പീറ്റ ഇത് കാണുമ്പോ മറ്റേ പാട്ടാ പോകുന്നത്, ഏത്? മരിയ പിത്താശി. മരിയ പിത്താശി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പ്ലാസ ദി മരിയ പീറ്റ ആർക്കേഡിന്റെ മുന്നിലാണ്. മരിയ മേയർ ഫെർണാണ്ടസ് ഡി ക്യാമറ വൈ പീറ്റ എന്നാണ് സ്പാനിഷ്കാരിയായ ഈ മരിയ പീറ്റയെ ഈ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. 1589 സ്പാനിഷ് മെയിൻലാൻഡിൽ ഇംഗ്ലീഷ് ആക്രമണമായ ഇംഗ്ലീഷ് അർമാഡ ആക്രമണത്തിനെതിരെ ഗലീഷ്യയിലെ ലാ കൊറോണയുടെ പ്രതിരോധത്തിലെ ഒരു നായികയായിരുന്നു. സ്പെയിനിലെ കാംബ്രയിലെ സിഗ്രാസ് എന്ന ഗ്രാമത്തിലാണ് അവരുടെ ജനനം. സുവനിയർ ഷോപ്പ് അല്ലേ? സുവനിയർ ഷോപ്പല്ലേ ഇവിടെ? ഇവിടെ ഹെർക്കുലീസിന്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ അപ്പുറത്ത് അമ്പരിച്ചുമ്പി പോലെ എന്തോ കാണുന്നുണ്ട്. ഇപ്പൊ അതിന്റെ നോക്കിട്ട് വരും. സൗണ്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇന്ന് ജെറുസലേമിൽ അത് ഇന്നത്തെ വരാൻ പറ്റില്ല. ചെറുച്ചാണല്ലേ അത്? അത്രയും ഇത് വളരെ പഴയൊരു ചർച്ചാണ് കേട്ടോ. അതാണ് ഇവിടെ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും. സ്പെയിനിലെ ഗലീഷ്യയിലെ ലാ കൊറോണയിലുള്ള ഒരു കത്തോലിക്ക പള്ളിയാണ് സാന്റിയാഗോ ചർച്ച്. 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഇത് നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതപരമായ ക്ഷേത്രമാണ്. 1972 ഓഗസ്റ്റ് 18 ഇത് ഒരു ചരിത്ര സ്മാരകമായി മാറി. 12-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ റൊമനെക്സ് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചത്. എന്നിരുന്നാലും തീപിടുത്തങ്ങളെ തുടർന്ന് പിന്നീട് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഹെർക്കുലീസ് ഗോപുരത്തിൽ നിന്നുള്ള ചില റോമൻ അൾത്താരകൾ ഇതിന്റെ ഉൾഭാഗത്തുണ്ട്. മധ്യകാലഘട്ടത്തിൽ ലാ കൊറോണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ സിറ്റി കൗൺസിൽ അതിന്റെ ആശ്രയത്തിൽ യോഗം ചേർന്നിരുന്നു. പിന്നെ വൈകുന്നേരം 6:30 to 7:30 അതെ. ഈവനിങ് 1 hour മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആവാറുണ്ടല്ലോ ഇത്? അല്ലാതെ എന്നോടല്ലേ? വളരെ പഴയ പള്ളിയാണ്ടാ. തുറന്നിടാറില്ല തോന്നുന്നു ഇവിടുത്തെ പള്ളികളൊന്നും അങ്ങനെ. അതെ, പക്ഷെ അല്ലേ കല്ലുകളൊക്കെ കണ്ട ഇത്രയും വലിയ വലിയ കരിങ്കല്ലുകളുകൊണ്ട് തിരിക്കാം. ഇവിടുത്തെ ഈ സ്പെയിനിലൊന്നും പള്ളികൾ ഓപ്പൺ അല്ല കേട്ടോ. ഫ്രാൻസിലും ഓരോ ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ പള്ളികളെല്ലാം ഓപ്പൺ ആണ്, തുറന്നിട്ട് കിടക്കണം. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി റീസൺസ് തന്നെയായിരിക്കും. കാരണം ഇവിടെ സ്പെയിന് കുറച്ചുകൂടെ എന്താ പറയാ, ചില ഏരിയയൊക്കെ അത്യാവശ്യം. പക്ഷെ വാലൻസിയ മാലയിലൊക്കെ എല്ലാം ഓപ്പൺ ആണ് പള്ളി, ചർച്ചൊക്കെ. അവിടെ ടിക്കറ്റ് പോലും ഉണ്ട് ചില ചർച്ചിലൊക്കെ. അത്രയും തിരക്കാണ് അവിടെയൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും ഓപ്പൺ അല്ല. സെക്യൂരിറ്റി റീസൺസ് തന്നെയാണ് പ്രധാന കാരണം. കാരണം ഞങ്ങൾ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കുറേ സ്ട്രീറ്റുകളുടെ ഉള്ളിൽ കൂടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര ലോക്കലാണ്. കാരണം
എടാ ആ ഏരിയ കണ്ടാൽ തന്നെ അത്ര അറിയാൻ പറ്റും. താഴോട്ട് ഇറങ്ങുന്നു. താഴെ ഇറങ്ങി പോലെ അവിടെ ഏരിയ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ലോക്കലാണെന്ന്. ഇതെന്താ പാർക്കാണല്ലോ ഇവിടെ ഈ കാണാം. അല്ലല്ല ഇത് ഇവിടത്തെ ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാല്ലേ ഈ വഴി ഇറങ്ങിപ്പോകുന്നതായിരിക്കും. കാരണം ഇവിടെ എല്ലാം കംപ്ലീറ്റ് കോൺക്രീറ്റ് കല്ലുകൾ കൊണ്ടുള്ളതാണ്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക അങ്ങനെ ഒരു സെറ്റപ്പുകളൊക്കെ ആയിരിക്കും ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ഫുൾ കല്ലുകളാണ് ഈ ഭാഗത്ത്. ഇത് ഇവിടുത്തെ ഹാർബർ ഏരിയ ഉണ്ടോ ഇതാട്ടോ. പ്രൈവറ്റ് യാത്രകളാണ്. പ്രൈവറ്റ് ആളുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ് ഇത്. പിന്നെ ഇവിടുത്തെ മാക്സിമം സ്ട്രീറ്റിലെ കാഴ്ചകളും ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഹെർക്കുലീസിന്റെ ഒരു ലൈറ്റ് ഹൗസ്, അത് കുറച്ച് ദൂരമുണ്ട് ഇവിടെ. അങ്ങോട്ട് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ട് പോകും. വലിയ ടൂറിസ്റ്റുകളൊന്നും, എല്ലാവരും ഇവിടെ നിന്ന് ലോങ് പോകുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായിട്ട്. ഞങ്ങൾ ജസ്റ്റ് ഈ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ വന്നു. എന്തായാലും പുതിയൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ പുതിയ വ്ളോഗും വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. പെലിക്കാനോ